ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു മധുരമുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ വൈകുന്നേരങ്ങളിൽ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമാവും. അതുപോലെ മധുരം ഇഷ്ടപ്പെടുന്നവർക്കും ഇത് ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യൽ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് 1.5 കപ്പ് മൂന്നാം പാൽ ചേർത്ത് കൊടുക്കാം. മൂന്നാം പാലിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാൻ എളുപ്പത്തിനാണ്, നമ്മൾ കയ്യിലൊക്കെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഗ്ലാസ് അളവെന്ന് പറയുന്നത് 250 ml കപ്പിൻ്റെ അളവ് സെയിം അളവ് തന്നെയാണ്. അതിന് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നാലാണ് നന്നായിട്ട് നമ്മുടെ പൊടി നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. എന്നാലാണ് എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതിന് നമ്മളിതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ചൂടോടുകൂടി തന്നെ, അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ ഒക്കെ ഉപയോഗിച്ചിട്ട് കൈ പൊള്ളാതെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റിയിട്ട് കൈ കൊണ്ട് കുഴച്ചെടുത്താൽ മതി. ഇത് ചൂടായിരിക്കുമ്പോൾ നമുക്ക് പാടാണല്ലോ കുഴയ്ക്കാനായിട്ട്. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കുക. ഇനി ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷമാണ് നമുക്കിത് ഉരുളകളാക്കി എടുക്കേണ്ടത്. ഉരുളകളാക്കി എടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ ഏറ്റവും ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും, അത്രയും ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചെറിയ ഉരുളയായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ക്യാമറയിൽ കുറച്ച് വലുതായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് പറ്റും പോലെ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉരുളകളാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഇഡ്ഡലിച്ചെമ്പിൽ ആവി കയറ്റി ഒന്ന് എടുക്കണം. ഒരു 5-6 മിനിറ്റോളം നമുക്കിത് ഇഡ്ഡലിച്ചെമ്പിൽ ആവി കയറ്റി എടുക്കണം. അപ്പോൾ ആവി കയറ്റിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു പാനിൽ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2ാം പാൽ 1.5 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം 1 കപ്പാണ് ഒഴിക്കുന്നുള്ളൂ. അതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരു പിഞ്ച് ഉപ്പും നമുക്ക് ഇതിലേക്കും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്കൊന്ന് ഏലക്കാപ്പൊടി നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവി കയറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പിടി ഉണ്ടല്ലോ, നമ്മൾ ഉരുളകളാക്കി വെച്ചിരിക്കുന്നത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ മൊത്തം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് 2ാം പാൽ ഇനി ഇതിലേക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. കാരണം ആ 2ാം പാലിൽ കിടന്നിട്ട് നമ്മുടെ ഈ ഉരുളകളൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് 2ാം പാൽ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറേ കൂടെ ചേർക്കാം. ഞാനപ്പോൾ കുറച്ചും കൂടി 2ാം പാൽ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, 1.5 കപ്പ് 2ാം പാൽ ഞാൻ ഇതിലേക്ക് മൊത്തം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ട് നമ്മുടെ ഉരുളകളൊക്കെ വെന്ത് ഈ 2ാം പാൽ നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ കാരണം നമ്മൾ 1ാം പാൽ ചേർത്തിട്ട് പിന്നെ ഇത് തിളപ്പിക്കില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ 2ാം പാൽ വറ്റിച്ചെടുക്കണം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് മധുരമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ 2ാം പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഞാൻ ഇവിടെ 1ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1ാം പാൽ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഞാൻ 2ാം പാൽ നന്നായിട്ട് തന്നെ കുറുക്കിയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ 1ാം പാലും കൂടി നന്നായിട്ട് കുറുക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നാലാണ് കറക്റ്റ് ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയും കാണാം ഇതുപോലുള്ള വീഡിയോസായിട്ട്.